എന്താ ഇപ്പോൾ ഒരു ബിരിയാണി തിന്നാലും നല്ല ആശയത്തിൽ നിന്നാണ് കേട്ടോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും കൂടി ബിരിയാണി തിന്നാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങളും സൂപ്പർ മാർക്കറ്റിൽ സോഫി ചേച്ചിയും അഖിലും സുരേഷും ഞങ്ങളെല്ലാവരും കൂടി ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. ബിരിയാണി വാങ്ങിയപ്പോൾ ഇതാ കുഞ്ഞു കുഞ്ഞു കവറുകളിലായിട്ട് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് എന്തൊക്കെയാണെന്ന് നോക്കി തപ്പി തിരഞ്ഞെടുത്തു കേട്ടോ. അങ്ങനെ എന്തായാലും വീട്ടിൽ ഞങ്ങളെല്ലാവരും ബിരിയാണി വാങ്ങി. മോനൂസിനും ആദ്യകൂട്ടനും ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞങ്ങൾ അവിടെ നമ്മൾ പൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമായി കേട്ടോ. അപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ബിരിയാണിയൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കണത് കേട്ടോ. പിന്നെ മക്കൾ കഴിച്ച് കഴിഞ്ഞാൽ ഞാനും സോഫി ചേച്ചിയും കൂടെ കഴിച്ചു കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളെ വീട്ടിൽ ഇതാ തേപ്പ് തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ അതിന് പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു ആവശ്യം പറഞ്ഞ് അവർ വിളിച്ചപ്പോൾ അവിടേക്കൊന്ന് ഓടി വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വന്ന് അവിടെ നിന്ന് അവരെയൊക്കെ കണ്ട് സംസാരിച്ച് അപ്പോഴാണ് ഈ ചേട്ടനെ വെച്ച് ഒരു കൊച്ചു കലാകാരനാണെന്ന് അറിയുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു പാട്ടൊക്കെ പാടി തരണേന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു വീണ്ടും തിരിച്ചു പോയിട്ടോ. പോണ വഴി നമ്മളെ മീൻകടയിൽ ഇതാ മത്തി ഒരു ലേശം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കുള്ള മത്തി ലേശം അവിടെ മാറ്റി വെക്കാൻ പറഞ്ഞേ. അങ്ങനെ എനിക്കുള്ള അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞങ്ങൾ കടലോട്ട് പോന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ കുടുവിനെ കാണാനില്ല കേട്ടോ. കുടു എവിടെയാണ്? നമ്മളെ സർവീസ് സ്റ്റേഷനിൽ കേട്ടോ. എന്താ പരിപാടി എന്നറിയാം, നമ്മൾ അനിലേട്ടൻ വാങ്ങിക്കൊടുത്ത ചായയും കുടിച്ച് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ പുള്ളിക്കാരൻ. അങ്ങനെ തിരഞ്ഞു നോക്കി ചെന്ന് കുടുവിനെ കണ്ടുപിടിച്ച് കൂട്ടി വീട്ടിലെത്തിയപ്പം വലിയേട്ടായി ഇത് ഓടി കയറിയിട്ടുണ്ട് കേട്ടോ നനയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുകൾ ഭാഗത്ത് പാരപ്പറ്റ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേട്ടായിക്കുട്ടി ചെന്ന പാട് നനച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 4 ആളും കൂടി ഇറങ്ങി മണ്ണ് കോരലും മാറ്റലും ഒക്കെ ആയിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ രാത്രി വരെ ഞങ്ങൾ ചെയ്തു കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു. ഒരു സിപ്പപ്പൊക്കെ കൊണ്ട് തന്നു. അങ്ങനെ ഞങ്ങൾ സിപ്പപ്പൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടോ. വന്നപ്പോൾ താഴത്തമ്മ ഞങ്ങൾക്ക് വാഴയ്ക്കൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു മത്തീൻ്റെ മുകളിൽ യുദ്ധം കേട്ടോ. മത്തി കുറേ എടുത്ത് വാരി വലിച്ചെറിഞ്ഞാലും തോന്നി, ഒളിപ്പിച്ച് വെക്കണ്ടില്ലായിരുന്നു തോന്നിയിട്ടോ. പിന്നെ നേരത്തെ വാങ്ങി ഒളിപ്പിച്ച് വെച്ച് എനിക്ക് കിട്ടി 8ൻ്റെ പണിയാണല്ലോ ഈശ്വരാന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്തായാലും വേണ്ടിയില്ല, മത്തിയല്ലേ കുറേ ദിവസം കൂടി കിട്ടിയതാണ് കേട്ടോ. പച്ചയ്ക്കും തിന്നാൻ തോന്നി, കുറച്ച് വാരി എറിയാനും തോന്നി. ചട്ടി നിറയെ മത്തിയായിരുന്നു കേട്ടോ. എന്തായാലും സംഭവം പൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ മത്തി എന്താണേലും വേണ്ടില്ല നന്നാക്കി കുറച്ചങ്ങ് വറുത്തു, കുറച്ച് കറിയും വെച്ചു. എല്ലാം റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഉറങ്ങണ അവസ്ഥയിലെത്തി. കാരണം എന്താണെന്നറിയോ, താഴത്തമ്മേൻ്റെ വീട്ടിൽ നിന്ന് അമ്പിൾ ചേച്ചിയും മോളും കൂടി പൊറാട്ട, കപ്പ, സാമ്പാർ തുടങ്ങിയ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഉണ്ടാക്കുന്ന മത്തി ആരെങ്കിലും നോക്കിക്കോ, അവരെല്ലാവരും പൊറാട്ട തിന്നിട്ട് ഒറ്റ ഉറക്കം ഉറങ്ങി. പിന്നെ ആകെ ബാക്കിയുള്ളത് ഈ കുഞ്ഞിക്കുടും ഞാനും മാത്രം. ഈ കുഞ്ഞിക്കുടു എത്ര ഉറങ്ങിയാലും ആരൊക്കെ ഉറങ്ങിയാലും കുടു ഉറങ്ങൂല കേട്ടോ. അത് ഞാൻ വന്നാലേ ഉറങ്ങുള്ളൂ. ഇതാ വലിയൊരു എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, താഴത്തമ്മ അരിഞ്ഞ് വെച്ച വാഴയ്ക്കൊക്കെ തോരൻ വെച്ച് മീൻ വറുത്ത് വെച്ച് ചോറും കറിയൊക്കെ ആക്കി. ചോറ് ആരും തിന്നില്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം ആക്കി വെച്ചപ്പോൾ എനിക്ക് എന്തായിരുന്നു സന്തോഷം എന്നറിയോ, നാളെ ഞായറാഴ്ചയല്ലേ, ഇതെല്ലാം എല്ലാത്തിനും തീറ്റിക്കാം, എല്ലാവരും ഉറങ്ങിക്കോട്ടെ. ഞാൻ 2 മത്തിയും കടിച്ചു പറിച്ച് തിന്നു. എൻ്റെ കുഞ്ഞിക്കോട് പറഞ്ഞു അമ്മയെ എനിക്കും കൂടെ താന്ന് പറഞ്ഞു കേട്ടോ. സംഭവം മുള്ളോടെ തിന്നായിരുന്നു കേട്ടോ. ഇതാ ഞങ്ങൾ കുഞ്ഞിക്കൂടും മുള്ളോടെ തിന്നു കേട്ടോ. ഇനി ഇത് കണ്ടിട്ട് ആരും കണ്ണ് കടിക്കണ്ട കേട്ടോ. എൻ്റെ കുഞ്ഞിക്കുടുവിന് കണ്ണ് വെക്കണ്ട കേട്ടോ. ഞങ്ങൾ മുള്ളു തിന്നു. കാരണം മീമി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്